നമ്മുടെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഇനിയും ഏകദേശം ഒരു 10 ദിവസമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട രീതികളും ജയിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കുട്ടികൾക്ക്. പക്ഷെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ഇയർ ആണ് നഷ്ടപ്പെടുന്നത്. ഈ ഏറ്റവും കുറഞ്ഞത് 1 ഇയർ. ആ 1 ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിട്ടുള്ളതല്ല. കാരണം നമുക്ക് വീട്ടിൽ ആ സമയത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് പലരുടെയും നമ്മുടെ വീട്ടിലെ തന്നെ ആൾക്കാർ പലതും പറയും. പിന്നെ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ നോക്കണ്ട. പക്ഷെ വീട്ടുകാർ നമ്മളെ കുറിച്ച് വിഷമിക്കുകയും ചെയ്യും, നമ്മളെ കുറെ പറയുകയും ചെയ്യും. നിങ്ങൾക്ക് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇനിയും പഠിച്ചിട്ടില്ലാത്തവരും അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരും ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം 1-2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പൊ മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഇപ്പോൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പലരും എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ ഞാൻ കുട്ടികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ. നമുക്ക് ഈ എക്സാമിന് വേണ്ടി ജയിക്കാൻ ഒരു 3-4-5 ചാപ്റ്റർ കുറഞ്ഞത് നമുക്ക് ഉറപ്പായിട്ടും എടുക്കാൻ പറ്റും. ജയിക്കാൻ ഇപ്പൊ നമുക്ക് 60-ലാണെങ്കിൽ 18 വേണം നമുക്ക് ജയിക്കാൻ. ഓക്കെ, അതെല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഈ 18 കൂടുതൽ വേണ്ടവരുണ്ട്. കാരണം പ്ലസ് 1-ലെ മാർക്ക് കുറവാണെങ്കിൽ അതിൽ കൂടുതൽ വേണമല്ലോ. അപ്പൊ എന്തായാലും നമുക്കൊരു 30 മാർക്കിനുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. 30 മാർക്ക് കിട്ടേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ ഒരുവിധം നന്നായിട്ട് പഠിച്ചിരിക്കണം. അത് നിങ്ങളെ ഇതിനോടകം ഒരുവിധമൊക്കെ ആയി കാണും. ഇല്ലെങ്കിൽ ഇനി കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഉറപ്പായിട്ടും അതിനുവേണ്ടിയാണ് ആദ്യത്തെ ശ്രമം. 2, നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ പഠിച്ച ചാപ്റ്റേഴ്സുകൾ, അത് രണ്ടാമത്തെ കാര്യം അതാ പറഞ്ഞത്, കാരണം ഇത് കഴിഞ്ഞിട്ട് അത് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഈ കഴിഞ്ഞ 2-3 വർഷത്തെ, ഒരു വർഷം തന്നെ 2 എക്സാംസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലറും പിന്നെ അതിന്റെ എന്താണ് സെയിം, ഒരു 3 വർഷത്തെ മതി, അത്രയും മതി. ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. പിന്നെ മോഡലും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും കിട്ടും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോട് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡല്, റെഗുലർ, സെയിം. അങ്ങനെ ഒരു 3 വർഷത്തെ എടുത്തിട്ട് നിങ്ങൾ ഈ പഠിച്ച ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസുകൾ ഏകദേശം എങ്ങനെയാണ് വന്നേക്കുന്നത് എന്നുള്ളത് ഒരു ബുക്കിലോട്ട് എടുത്തൊന്ന് മാറ്റി എഴുതി വെച്ചാൽ ഏറ്റവും നല്ലത്. കാരണം നമ്മളിങ്ങനെ നോക്കി പഠിക്കുമ്പോൾ പലതും മറന്നു പോകും, പിന്നീട് എടുത്ത് നോക്കാനും മറന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ പഠിച്ച ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസുകൾ ഒരു ബുക്കിലോട്ട് എടുത്തു വെച്ചിട്ട് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റിയിരിക്കും. ഇനി വേറെ വഴികളൊന്നും ഇതിന് മുന്നിൽ ഇല്ല. കാരണം ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏക വഴി ഇതാണ്. അപ്പൊ എല്ലാവരും ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഇതിനോടകം തന്നെ ഒരുവിധം പഠിച്ചിട്ടുണ്ടാവും, അതിന് ഒന്നുകൂടെ പഠിക്കുക. 2, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഴയതെടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. നമ്മളിപ്പോ നോട്ട്ബുക്കിലെ ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെ പഠിക്കെങ്കിലും അതല്ല, നമ്മുടെ എക്സാമിന് എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പരിചയമില്ലായ്മ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. പഠിച്ചതുകൂടെ നമുക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിച്ച ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തു വെച്ച് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ജയിക്കാൻ വളരെ ഈസിയാണ്. ഈ വഴികളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 10 ദിവസം ഇനിയും നമുക്ക് നല്ല ടൈമുണ്ട്. 10 ദിവസം മോശമൊന്നുമല്ല. നന്നായിട്ട് പഠിച്ച് ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും നമുക്ക് ജയിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ റിസൾട്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ചാനൽ കൂടെ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.